വീക്കെൻഡ്സിലാണ് കേട്ടോ ഞാൻ പൊതുവേ ഇതുപോലത്തെ പരിപാടികൾക്കൊക്കെ നിൽക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഞാൻ കുറച്ച് പയർ വിത്തുകൾ മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് മാറ്റി നടലാണ് ഇന്നത്തെ പരിപാടി. ഇത് മാറ്റി നടാനായിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഗ്രോ ബെഡാണ് ഇത്. ഇതിൻ്റെ ഒരു ഷേപ്പ് റെക്റ്റാങ്കിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഏകദേശം കല്ലുകളൊക്കെ വെച്ച് ഏകദേശം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ വിത്ത് ഞാൻ മുളപ്പിക്കുന്ന സമയത്ത് മണ്ണ് മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇത് മാറ്റി നടാനുള്ള പ്രായം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പറക്കുന്ന സമയത്ത് ഇതിൻ്റെ വേരുകളൊക്കെ പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു. എന്നാലും എത്രത്തോളം അറിയില്ല ഇത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത്. കൊക്കോപീറ്റും മണ്ണും പിന്നെ കുറച്ച് ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആട്ടോ ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി എന്തായാലും സീഡ്സ് മുളപ്പിക്കുമ്പോൾ സീഡ് ട്രേയിലും അതുപോലെ തന്നെ കൊക്കോപീറ്റ് യൂസ് ചെയ്തിട്ടേ ചെയ്യുള്ളൂ എന്ന് പിന്നെ വിചാരിച്ചിട്ടോ. ഇതാവുമ്പോൾ നമുക്കിങ്ങനെ വേരുകൾ പൊട്ടിപ്പോവാതെ നമുക്ക് തൈകൾ നന്നായിട്ട് കിട്ടും. ഞാൻ എപ്പോഴും ഈ റിയൽ ഗ്രെയിൻസിൻ്റെ വിത്തുകളാട്ടോ വാങ്ങിക്കാറുള്ളത്. ഇതൊരു ഹൈബ്രിഡ് വിത്തുകളാണ്. അപ്പോൾ ഇതിൽ നിന്ന് നന്നായിട്ട് നമുക്കിങ്ങനെ വിളവ് കിട്ടാറുണ്ട്. ഞാൻ ഇതിൻ്റെ വേറെയും കുറേ വിത്തുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഗ്രീൻ കളറിലുള്ളത് ക്യാപ്സിക്കത്തിൻ്റെ വിത്താണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ടൊമാറ്റോസിൻ്റെ വിത്തുകളൊക്കെ ഞാൻ പണ്ടും ട്രൈ ചെയ്തിട്ടുണ്ട്, നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊതുവേ ഇത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ബാക്കി വന്ന കുറച്ച് വിത്തുകൾ ഇത് ഒരു ഗ്ലാസ് മേടിച്ചതിൻ്റെ ഒരു ബോക്സ് ആയിരുന്നു കേട്ടോ. അതിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് വാട്ടറൊക്കെ നല്ല സ്പ്രേ